സാറിന് വിളിക്കാൻ പോലും തോന്നുന്നില്ല, ഒരു മൃഗമാത്. എനിക്കിപ്പം ഫസ്റ്റ് ഇയർ ആണെങ്കിൽ ആൻസർ ഡെന്റൽ അനാട്ടമി മാത്രമേ ഉള്ളൂ, പിന്നെ പ്രോസ്റ്റോ ക്യാൻസർ അവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡെന്റൽ അനാട്ടമി ഈ സാറ് HOD സാറിന് വിളിക്കാൻ പോലും തോന്നുന്നില്ല, ഒരു മൃഗമാത്. സാറല്ലത്. സംഗീതം ക്ലാസ്സിൽ എല്ലാവരും പഠിപ്പിച്ചിട്ട് വന്നു. സ്റ്റാഫ് റൂമിലെ കാര്യം അറിയത്തില്ല. ഇപ്പം ഇതും പറഞ്ഞിങ്ങനെ സ്റ്റാഫ് റൂമിലെ കാര്യമാണ്. നമ്മളോടൊക്കെ സംഗീതം പഠിപ്പിക്കുന്നു പോകുന്നു, വേറെ കാര്യത്തിലൊന്നും അങ്ങനെ ഇടപെടാറില്ല. അവൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലാസ്റ്റ് ക്ലാസ്സിൽ അവനെ പുറത്താക്കിയപ്പോൾ അവൻ ചോദിച്ചു, ദേവി എന്നെ മാത്രമല്ല ഞാൻ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്, ഞാൻ എന്താ ചെയ്തേ, നമ്മളൊന്ന് കൂടാം, നമുക്ക് നോക്കാം. പിന്നെ അവൻ എന്തോ കുറച്ച് സമയം വിഷമത്തിൽ വന്ന് എന്നോട് സംസാരിക്കണ്ടേ. ഇപ്പം വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ അവനെ വിളിക്കാറില്ല. എടാ നീ വാ, ഞാനുണ്ടല്ലോ, നമുക്ക് സംസാരിക്കണം, നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കും, ഞാനുണ്ടാ, നീ ഒറ്റപ്പെടും, അങ്ങനെ ഒന്നും വിളിച്ചിട്ടില്ല. ഇങ്ങോട്ട് എല്ലാവരും മിണ്ടും, ഗേൾസായാലും ബോയ്സായാലും എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവും എന്നും പറഞ്ഞ് ഞാനും വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവൻ വിളിക്കുമ്പോൾ സംസാരിക്കും, എന്നിട്ട് പറയുകയും ചെയ്തു. വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അതെ. അതിനെപ്പറ്റി എനിക്കറിയില്ല. അന്നൊന്നും എന്തോ വരാൻ തോന്നുന്നില്ല, പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കൂടുതൽപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ച് ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം നിങ്ങളോട് കാര്യങ്ങൾ പുറത്ത് പറയരുതെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കോളേജിന്റെ ഭാഗത്ത്? എന്നോട് പ്രിൻസിപ്പാൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് പറഞ്ഞോ, ഞാൻ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ, ഞാൻ ഒരിക്കലും സാറിനെ സപ്പോർട്ട് ചെയ്തില്ല, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ പുറത്ത് പറയുന്നതിന് വേണ്ടി ധൈര്യം തന്നതിന്റെ പ്രിൻസിപ്പൾ സാർ അന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ഡെന്റൽ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ഈ റാം സാർ വന്നാൽ നമ്മളിപ്പോൾ പറയുന്നത് എന്താവും എന്നുള്ളത് കൺഫ്യൂഷൻ. ഇപ്പോൾ തേർഡ് ഇയറും ഫസ്റ്റ് ഇയറും റാം സാർ ഉണ്ട്. സാറിന് ഫസ്റ്റ് ഇയർ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തേർഡ് ഇയറിൽ ചെയ്യും. അപ്പോൾ ആ ഒരു പേടി കൊണ്ടാണ് ഇപ്പം ആരും ഒന്നും ഇല്ലാത്തത്. എനിക്കിത് പറഞ്ഞാൽ ഓക്കെ, എന്ത് ബാക്കിയുള്ളവർ എനിക്ക് പറയുമെന്ന് എനിക്കറിയാം. അത് ഞാനായിട്ട് തന്നെ എൻ്റെ ക്ലാസ്സിൽ പറയാമെന്ന് വെച്ചേ ഉണ്ട്. അങ്ങനെ പഠിപ്പിക്കാനേ വരാൻ പാടില്ല. ഒരു കോളേജിൽ ഒരു സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പാടില്ല, പാടില്ല. സ്റ്റാർ അല്ല അത്. ഈ പ്രശ്നം ഉണ്ടായി ഇവിടെ വന്നതിന് ശേഷം പിന്നെ തിരിച്ചു വന്നല്ലോ ക്ലാസ്സിലേക്ക്. അപ്പം നമ്മുടെ അവിടെ ഒരു ലത എന്ന് പേരുന്ന ടീച്ചറും അവരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ലതാ മാം ഇങ്ങനെ എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ലതാ മാം നോട്ട്സ് അയച്ചു കൊടുത്ത് പഠിക്കാനുള്ളതൊക്കെ പറഞ്ഞത് നല്ല സപ്പോർട്ടീവാണ് എന്നുള്ള രീതിയിലൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മാം എപ്പോഴും ഈ സ്റ്റുഡൻസ് പഠിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു മാമാണ്. എന്ത് പഠിക്കുക, എക്സാം ലാസ്റ്റ് സമയമായാലും ഇന്റേണൽസ് എക്സാമിനൊക്കെ നന്നായിട്ട് നോട്ട് കൊടുക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മാമാണ്. ലതാ മാം അങ്ങനെ ചെയ്യാറില്ല. കാരണം നമുക്ക് ഇപ്പം ഞാനിപ്പോൾ ഫൈനലറായിട്ട് പോലും നമ്മളെ ഇപ്പോഴും കോൺടാക്ട് ഉള്ള മാം വളരെ ചുരുക്കം മാമിലോ ഒരാൾ ലതാ മാമാണ്. അപ്പോൾ ലതാ മാം ഒന്നും അങ്ങനെ ഒരു എങ്ങനെയെങ്കിലും ആ കുട്ടി രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ വിചാരിക്കുന്ന നോട്ട്സ് ഒക്കെ അതായത് എക്സാമിന് എങ്ങനെ എഴുതണം എല്ലാ രീതിയിലും പറഞ്ഞു നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചറാണ്. സംഗീത മാം ആയിരുന്നാലും അങ്ങനെ സംഗീത മാം ഒക്കെ ക്ലാസ്സിൽ വന്ന മാമിന് എന്താണോ ടോപ്പിക്ക് കൊടുത്തിട്ടുള്ളത് മാം അത് ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുക, അത് മാത്രമേ ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാം, അങ്ങനെയൊക്കെയുള്ളതാണ് സംഗീത മാം. മാം എങ്ങനെ ഇതിലേക്ക് വന്നെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല. അതായത് ഇന്നലെ ഈ സംഭവത്തിന് ശേഷം പോലീസൊക്കെ പറഞ്ഞത് ഒരു ലോൺ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമോ? അതിൻ്റെ ഞാനങ്ങനെ അറിഞ്ഞിട്ടില്ലായിരുന്നു അന്നത്തെ ദിവസം. പക്ഷേ ഇങ്ങനെ നമ്പർ ലതാ മാമിൻ്റെ വന്ന് മാം ഇങ്ങനെ മാമിൻ്റെ ഫോണിൽ OTP സ്ക്രീൻഷോട്ട് OTP കോൾസ് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്.